You want to see the working condition? ശരിക്കും 40 വയസ്സ് മുതലാണ് ട്രാവലിങ് തുടങ്ങിയത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വെനീസാണ്. ഓരോ യാത്ര ചെയ്യുമ്പോഴും 96 മുതൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത്, വിദേശത്ത് യാത്ര ചെയ്യാൻ തുടങ്ങിയത് കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു. കമ്പനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മളെ കമ്പനി ഫാബ്രിക് ട്രേഡിംഗ് ആയിരുന്നു നമ്മളെ മെയിൻ. അപ്പം ഫാബ്രിക് ഫെയർസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നേരം ആദ്യമായിട്ട് ഞാൻ പോയ സ്ഥലം ബെൽജിയത്ത് ബ്രസൽസ് എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു. അവിടെയായിരുന്നു ആദ്യത്തെ ഫാബ്രിക് എക്സിബിഷൻ ഞാൻ പോയത്. ആ ഫസ്റ്റ് എക്സിബിഷനിൽ പോയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മാനുഫാക്ചേഴ്സിന് അവിടെ പരിചയപ്പെടാൻ പറ്റി. അവിടെ നിന്ന് ആ കണക്ഷൻ കിട്ടിയതിൻ്റെ ശേഷം അവർ തിരിച്ച് അവരുടെ ഫാക്ടറിയിൽ വരാനും പിന്നെ അവിടുന്ന് സാധനങ്ങൾ റിക്വയർ ചെയ്യാനും, അത് ഞാൻ അവിടുന്ന് ബെൽജിയത്തിൽ നിന്ന് പരിചയപ്പെട്ട ആളെ കമ്പനി ഉണ്ടായിരുന്നത് ജർമ്മനിയിലായിരുന്നു. അവിടുന്ന് ജർമ്മനിയിലേക്ക് എക്സിബിഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം പോവുകയും അവിടെ നിന്ന് ഫാബ്രിക് ഇമ്പോർട്ട് ചെയ്ത് ദുബായിലേക്ക്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ആ വളരെ സക്സസ്ഫുള്ളായത് കാരണം പിന്നെയും ഒരുപാട് ട്രാവൽ ചെയ്യാൻ വേണ്ടി എൻ്റെ കമ്പനി എന്നെ നിർബന്ധിക്കാൻ. അപ്പോൾ ഈ ഫെയറുകളിലൊക്കെ പോകുന്ന നേരം ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്ങിൽ ഷോ കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെയുള്ള പ്രധാനപ്പെട്ട മ്യൂസിയം, ആർട്ട് ഗാലറി, ഇങ്ങനത്തെ സംഗതി, ഹെറിറ്റേജ് വില്ലേജുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല ചരിത്രപ്രധാനമായ സംഗതികളൊക്കെ പോയി കാണാമായിരുന്നു. അതൊക്കെ എനിക്ക് ഒരുപാട് പ്രചോദനം ചെയ്തിരുന്നു. അതേപോലെ പല കഫേസിലും പോയിരുന്നു. ഈ പറഞ്ഞ സമയത്ത് പോയപ്പോൾ പാരീസിൽ ഒരു ദിവസം താമസിച്ചപ്പോൾ അവിടെ ഏർലി മോർണിംഗ് എണീച്ച് നമ്മൾ നടക്കാൻ പോയി നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഫേസിൽ ഫുൾ ആളുകളാണ്. അവിടെ ഇരുന്ന് ആൾക്കാർ പേപ്പറും വായിച്ച് വർത്തമാനമൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് അന്ന് ഞാൻ കാണുന്നത്. ഇതൊക്കെ കാണുന്നേരം എൻ്റെ മനസ്സിലൊരു പ്രചോദനം ഉണ്ടായിരുന്നു. നാട്ടിൽ പോയാലും ഈ പറഞ്ഞ മാതിരിയുള്ള കഫേസും ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 കൊല്ലം 96 മുതൽ ഒരു 10-20 കൊല്ലം ത്രൂ ഔട്ട് ഈ പല രാജ്യങ്ങളിലായിട്ട് യാത്ര ചെയ്യും. അവിടെ നിന്നൊക്കെ സോവനീർസ് കളക്ട് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ ചെറിയ സാധനങ്ങൾ പോലും ഒക്കെ ഞാനിങ്ങനെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തിട്ട് കിട്ടിയ ഒരു സാധനങ്ങളാണ്. അത് ഓരോ സാധനം എനിക്ക് കാണുന്നേരം എൻ്റെ ഓർമ്മ ആ കാലങ്ങളിലേക്ക് പോകും. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മൊത്തത്തിൽ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. മാത്രമല്ല കേരളത്തിൽ ഒരുപാട് കളക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് യഥാർത്ഥം പറഞ്ഞ എൻ്റെ ശരിക്കുള്ള കളക്ഷൻ തുടങ്ങുന്നത് 2015-ലാണ്. 2015-ലാണ് എനിക്ക് ഈ 165 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് കിട്ടിയത്. എൻ്റെ കല്യാണം കഴിയുന്ന സമയത്ത് തന്നെ ഞാൻ കേൾക്കായിരുന്നത് വൈഫിൻ്റെ ഫാമിലിക്ക് ഒരു ഗുദാം ഉണ്ട് ഗുജറാത്തി സ്ട്രീറ്റ്. അങ്ങനെ അത് കേട്ട് ഗുജറാത്തി അങ്ങനെയാണ് 10 കൊല്ലം മുമ്പിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ ബിൽഡിംഗ് ഞാൻ ടേക്ക് ഓവർ ചെയ്ത് എന്നിട്ടാണ് ഇതിന് ഈ ഒരു രൂപത്തിലാക്കി എൻ്റെ അടുത്തുള്ള എല്ലാ സാധനവും. ഇതൊരു പ്രീ പ്ലാൻഡ് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു
സ്കീമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തു എന്നല്ല. ഈ സ്ഥലം കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുത്തി വെച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായതാണ്. താങ്ക്സ് ടു ഗോഡ്. ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഷേപ്പിലായിരുന്നു ആദ്യം നമ്മുടെ കയ്യിൽ വരുന്നത്. അതിനെ മാറ്റിയിട്ടാണ് ഈ ഒരു അപ്പിയറൻസിലേക്ക് കൊണ്ടുവന്നത്. അതായത് നമ്മൾ പുതുതായിട്ടൊന്നും ഡിസൈൻ ചെയ്തിട്ടില്ല, വെറും ഇതിനെ അത് ഉള്ളത് മാതിരി തന്നെ നിലനിൽക്കും. ഈ ഒരു ഗ്രാമഫോണാണ് ഞാൻ ആദ്യമായി 1982 വാങ്ങിക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം കല്യാണം കഴിച്ച് തലശ്ശേരി താമസാക്കി. അപ്പം ഞാൻ കോഴിക്കോടായിരുന്നു. അപ്പം വൈകുന്നേരം വെറുതെ ഒരു പണിയില്ലാണ്ട് നിന്നപ്പോൾ ഞാൻ വൈകുന്നേരം വന്ന് പുറത്തേക്ക് മാർക്കറ്റിൽ കൂടെ അന്നേരമാണ് ഒരു പഴയ ഷോപ്പ്, പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പ് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ റോഡ് തലശ്ശേരി വാദ്യാർ ബീഡി എന്ന് പറഞ്ഞ അതിൻ്റെ തൊട്ടാണ്. അവിടെയായിരുന്നു ഞാൻ ഈ സാധനം കണ്ടത്. 1982 അത് അപ്പം തന്നെ ഇതും ഇതിൻ്റെ കൂടെ ഒരു പഴയ ലൈറ്റ്, ഒരു വേറൊരു ലൈറ്റ്, അങ്ങനെ 3 ഐറ്റംസ് ആണ് എൻ്റെ ഫസ്റ്റ് കളക്ഷൻ. ഇതിൻ്റെ പേരാണ് സപ്രമഞ്ചകട്ടിൽ. ഈ സപ്രമഞ്ചകട്ടിൽ എന്ന് പറഞ്ഞാൽ ആയുർവേദിക് ശാസ്ത്രപ്രകാരം 67 മെഡിസിനൽ വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കട്ടിലാണ്. ഈ ഒരു കട്ടിൽ 300 കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു പാലക്കാടുള്ള ഒരു ഇല്ലത്തുനിന്ന് വാങ്ങിച്ച്, എൻ്റെ ഒരു അറിയുന്ന ഒരാൾ വാങ്ങിച്ച് അയാളെടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഒരു കട്ടിലാണ്. ഈ കട്ടിൽ എൻ്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വെച്ചിരുന്ന ഒരു കട്ടിലായിരുന്നു. ഇത് 82 എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ എത്ര കൊല്ലം മുമ്പിട്ട് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ഇവിടെയുള്ള പഴയ കമ്പ്യൂട്ടേഴ്സ്, അത് ആദ്യത്തെ വെർഷൻ ഓഫ് കമ്പ്യൂട്ടറാണ്. പിന്നെ ഇവിടെയുള്ള ഈ പഴയ വിളക്കുകൾ, പെട്രോൾ മാക്സ് എന്നാണ് ഈ ഒരു സാധനത്തിന് പറയാം. നമ്മളെല്ലാം ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടാകണമെങ്കിൽ അവിടെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് വെളിച്ചം വേണ്ടിയിട്ട് പെട്രോൾ മാക്സ് എന്നാണ് പറയാം. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് നല്ല ബ്രൈറ്റ് ലൈറ്റായിരിക്കും. ഇന്നിപ്പം ഇത് ഉപയോഗിക്കുന്നില്ല, ഇത് ഉപയോഗത്തിലില്ല, അതിൻ്റെ ആവശ്യം ഇല്ല. ഇതൊരു കളക്ടേഴ്സ് ഐറ്റമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ പാത്രങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കിച്ചണിലെല്ലാം ഉപയോഗിച്ച് കണ്ട പാത്രങ്ങളും, പിന്നെ പണ്ട് കാലത്ത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് ഉണ്ടാവില്ല. അതായത് അന്ന് ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് വീട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ കിണ്ടി കോളാമ്പി എന്നാണ് പറയുന്നത്. അതൊരു കോളാമ്പിയാണ്, അത് വേറൊരു കോളാമ്പിയാണ്, ഇതൊരു കിണ്ടി. അപ്പം ഇതിലായിരുന്നു വെള്ളം വെച്ചിട്ട് കാല് കഴുകാനും രാത്രി മൂത്രമൊഴിച്ചിട്ട് പിറ്റേന്ന് അത് കൊണ്ട് കളയാനുള്ള സംവിധാനങ്ങളൊക്കെ അന്നത്തെ നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്ന് ചെറുപ്പം മുതലേ കാണുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ അടുത്ത തലമുറയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനൊരു 10-40 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഈ ദുബായ് അറബികളായിട്ടുള്ള ബന്ധപ്പെട്ട് നിന്നായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കൾച്ചർ പ്രകാരം
ഈ മജ്ലിസ് ഇരുന്നിട്ട് കോഫി കുടിക്കാം, ചാറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു സ്ഥലം ആ ഒരു മജ്ലിസ് ആക്കിയിട്ട്, അറബിക് മജ്ലിസ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഈ ഒരു ഇതിൽ പഴയ ചിത്രങ്ങളാണ് ഉള്ളത്. ഇതെല്ലാം വേൾഡ് ഫേമസ് ചിത്രങ്ങൾ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, വെരി വാല്യുബിൾ ആയിട്ടുള്ള പിക്ചേഴ്സാണ്. all are mentioned, the artist name, everything is here. ഈ സൈഡിൽ മൊത്തം ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയാണ്. ഈജിപ്ഷ്യൻ ലാംഗ്വേജ്, ഈജിപ്ഷ്യൻ ഫെറോവാസ്, നെഫ്രീറ്റി, ഇവരുടെയൊക്കെ ചിത്രങ്ങളാണ്. പണ്ട് കാലത്ത് ഈ ഒരു ലിപിയായിരുന്നു ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ ഈ ഏരിയ ഒരു ഈജിപ്ഷ്യൻ സൈഡാക്കിയിട്ട് സ്മോൾ ഏരിയ. മൊണാലിസ ഇത് ഒരു ഇറ്റാലിയൻ കോപ്പിയാണ്. ഇറ്റാലിയൻ കോപ്പിയാണ്. ആക്ച്വലി ഈ മൊണാലിസ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിപ്പം ഉണ്ടാവില്ല. ഇത് പാരീസിൽ പ്രിസർവിംഗ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എത്രയോ സ്മോളാണ്. ഇത് ഒരു കോപ്പി ഓഫ് ദി മൊണാലിസ. പിന്നെ ഇതെല്ലാം പറഞ്ഞാൽ ഗ്രേറ്റ് അലക്സാണ്ടർ. ഇത് ഇവിടുത്തെ ലോക്കൽ ആർട്ടിസ്റ്റ് വെനീസിലുള്ള ടീമിലാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചത്. ഇതാണ് നമ്മുടെ വളരെ എന്താ പറയുക, കോഴിക്കോടിൻ്റെ അഭിമാനമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചിത്രം. ഈ ചിത്രം വരച്ചത് ഈ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള വേറൊരു വാല്യുബിളായിട്ടുള്ള ഒരു പുരാവസ്തു എന്താണെന്ന് വെച്ചാൽ ഒരു ടൈപ്പ് റൈറ്ററാണ്. അണ്ടർവുഡ് എന്ന് പറഞ്ഞ 110 കൊല്ലം പഴക്കമുള്ള ഒരു ടൈപ്പ് റൈറ്ററാണ്. അതെൻ്റെ ഗ്രാൻഡ് അങ്കിൾ ഉപയോഗിച്ചായിരുന്നു. മൂപ്പര് പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു. മൂപ്പര് ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ബി പോക്കർ സാഹിബ് എന്നാണ് മൂപ്പരുടെ പേര്. ആ ടൈപ്പ് റൈറ്റർ എനിക്ക് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളെ ഫാമിലിയിൽ അന്ന് പണ്ട് കാലത്ത് നമ്മളെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ ഒരുപാട് കൊളംബെന്നാണ് പറയാം, കൊളംബിലും ബർമയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൊളംബെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശ്രീലങ്ക. അവിടെ നിന്ന് ഒരുപാട് അന്ന് ബ്രിട്ടീഷുകാരെ കോളനി ആയിരുന്നത് കാരണം ഒരുപാട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ ഷോക്കേസിൽ ഒരുപാട് പഴയ ക്രോക്കറീസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇവിടെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാനിത് കളക്ട് ചെയ്യുന്ന ആളാണെന്നുള്ളത് കൊണ്ട് എനിക്കിവിടെ തന്നിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ, പഴയ സാധനങ്ങൾ എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ള ആളുകൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനം ജൂക്ക് ബോക്സ്. ഈ ജൂക്ക് ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പണ്ട് കാലത്ത് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ 6ാമത്തെ വയസ്സിലാണ്. പിൽക്കാലത്ത് ഞാൻ ട്രാവൽ ചെയ്യുന്നതും ഈ അമേരിക്കയിലുള്ള കാസിനോസ്, ഹോട്ടൽ ലോബീസ്, ഈ ക്രൂയിസ് ഷിപ്സ്, അവിടെയെല്ലാം ഇതുപോലെയുള്ള ജൂക്ക് ബോക്സ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി 20s-ലും 30s-ലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ജൂക്ക് ബോക്സ് ആയിരുന്നു. ഈ പെർട്ടിക്കുലർ വൺ മാനുഫാക്ചർഡ് ഇൻ 1985 വിത്ത് ഓഡിയോ CD. ഒരു 100 ഓഡിയോ CD ഇട്ടിട്ട് പാട്ട് പഠിക്കുന്ന ഒരു ജൂക്ക് ബോക്സ് ആണ്. ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിബിഷൻ നടത്തിയ
ഒരു ശരത് ചന്ദ്ര എന്ന് പറഞ്ഞ ആൾ അയാളുടെ ഒരു ആർട്ട് എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ എക്സിബിഷൻ്റെ ചിത്രങ്ങൾ കാണാൻ വേണ്ടി അദ്ദേഹം എൻ്റെ വീട്ടിൽ ക്ഷണിച്ചപ്പോൾ ആ വീട്ടിൽ പോയി കയറി നോക്കുന്നു. ഫസ്റ്റ് സിറ്റിംഗ് റൂമിൽ ആദ്യമായിട്ട് കാണുന്ന വീട്ടാണ്. ഇത് കണ്ട് ഞാൻ അന്താളിച്ച് നിന്നപ്പോൾ എന്താണ് അപ്പോൾ ഞാൻ കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ട സാധനം ഒരുപാട് കാലം ഇത് കിട്ടാൻ വേണ്ടി നോക്കി അമേരിക്കയിലും വരാൻ പാർട്ടി പക്ഷെ കിട്ടാനുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് കാരണം ഈ പുരാവസ്ഥയെല്ലാം ഒരുപാട് വിഷമങ്ങളുണ്ട്, ലോട്ട് ഓഫ് പ്രൊസീജിയേഴ്സ്. അത് കാരണം ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടായിപ്പോയിരുന്നു. അങ്ങനെയാണ് ഇത് ഈ കഥ കേട്ടപ്പം ഈ നമ്മുടെ ശരത് ചന്ദ്ര പറഞ്ഞു ഓക്കെ യു ക്യാൻ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞു. എനിക്കിത് ഒരു സമ്മാനമായി തന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. ഏറ്റവും മോസ്റ്റ് മെമ്മറബിൾ. ഇതിലുള്ള ഈ എൻ്റെ കളക്ഷൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഞാൻ അമൂല്യമായിട്ട് കരുതുന്ന ഒരു സാധനം ഇതാണ്. It's also one of my very, very precious collection. It's a piano. It's a quite old one, and I love this. ലാസ്റ്റ് 10 yearsൽ ഞാനും എൻ്റെ വൈഫുമാണ് ബിസിനസ് ട്രാവൽ. അതോടുകൂടി ഒരു 10 കൊല്ലം മുമ്പ് ഞാനത് നിർത്തി. ഒരുപാട് ട്രാവൽ ചെയ്തതിന്